എല്ലാവർക്കും നമസ്കാരം. ലോകമെങ്ങും സൗഖ്യം നിറയ്ക്കുക എന്ന മഹാസങ്കല്പത്തിൽ ആയുർവേദത്തിന്റെ ആചാര്യന്മാരും ദേവവൈദ്യന്മാരുമായിരുന്ന അശ്വിനി ദേവന്മാരുടെ പുത്രൻ നകുലൻ പ്രതിഷ്ഠിച്ച ഒരു ക്ഷേത്രമാണ് തൊടുപുഴയിൽ, ഇടുക്കി ജില്ലയിൽ തൊടുപുഴയ്ക്കടുത്തുള്ള ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ ചതുർബാഹുവായ ഭഗവാന്റെ പുനഃപ്രതിഷ്ഠ നടക്കുന്നത് 3 വർഷങ്ങൾക്ക് മുൻപാണ്. നമ്മുടെ ക്ഷേത്രത്തിന്റെ തന്ത്രി തടനല്ലൂർ രാമൻ നമ്പൂതിരിപ്പാട് ഷടാധാര പ്രതിഷ്ഠയാണ് നിർവഹിച്ചത്. ലോകമെങ്ങും സൗഖ്യം നിറയ്ക്കുക എന്ന സങ്കല്പത്തിൽ നകുലം പ്രതിഷ്ഠിച്ച ഈ ഒരു ക്ഷേത്രം പുനഃപ്രതിഷ്ഠയോടുകൂടി പരിപൂർണ ചൈതന്യവാനായി പരിശോഭിക്കുകയാണ്. ആ ഭഗവാന്റെ പുനഃപ്രതിഷ്ഠാ ദിനം എന്ന് പറയുന്നത് കുംഭമാസത്തിലെ പുണർദം നക്ഷത്രമാണ്. ഈ വരുന്ന ഫെബ്രുവരി 28-ാം തീയതിയാണ്. ഭഗവാൻ ആയുർവേദത്തിന്റെ ആചാര്യന്മാരും ദേവവൈദ്യന്മാരുമായിരുന്ന അശ്വിനി ദേവന്മാരുടെ പുത്രൻ നകുലൻ പ്രതിഷ്ഠിച്ചതുകൊണ്ട് തന്നെ അന്നേ ദിവസം നമുക്ക് നടത്താൻ സാധിക്കുന്ന ഏറ്റവും വലിയ വഴിപാട് ഒരു കുടം എണ്ണ സമർപ്പണമാണ്. അന്ന് രാവിലെ ഭഗവാന് എണ്ണ അഭിഷേകമുണ്ട്. ഈ അഭിഷേകം ചെയ്തതിന് ശേഷം ഭക്തജനങ്ങൾക്ക് അതിന്റെ പ്രസാദം അയച്ചു നൽകുന്നുണ്ട്. അപ്പോൾ ഈ ഭഗവാൻ അഭിഷേകം ചെയ്ത എണ്ണ ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. അത് 2-3 തുള്ളിയൊക്കെ ഉള്ളിൽ കഴിക്കാം. അതുപോലെ തന്നെ കുളി കഴിഞ്ഞതിന് ശേഷം തലയിൽ പുരട്ടാം, ദേഹത്ത് പുരട്ടാം. ഇനി രോഗങ്ങളുള്ളവർക്ക് ആ ഭാഗത്തൊക്കെ അത് പുരട്ടാം. അപ്പോൾ അങ്ങനെ എല്ലാ ഭക്തജനങ്ങൾക്കും ആയുരാരോഗ്യ സൗഖ്യം പ്രദാനം ചെയ്യുന്ന ഭഗവാനാണ്. ഈ വരുന്ന ഫെബ്രുവരി 28-ാം തീയതി ഭഗവാന്റെ പ്രതിഷ്ഠാ ദിനത്തിന് എല്ലാവർക്കും അവരവരുടെ പേരിലും നാളിലും ഭഗവാന് ഒരു കുടം എണ്ണ സമർപ്പിക്കാനുള്ള അവസരമാണ്. അപ്പോൾ എല്ലാവരെയും ഇടവെട്ടി ശ്രീകൃഷ്ണ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. പുനഃപ്രതിഷ്ഠയ്ക്ക് ശേഷം പൂർണ്ണ ചൈതന്യവാനായിരിക്കുന്ന ഭഗവാന്റെ ആ ഒരു ചൈതന്യ പ്രവാഹം, ചൈതന്യ പ്രഭാവം ലോകമെങ്ങും നിറഞ്ഞു നിൽക്കുകയാണ്, ലോകമെങ്ങും അറിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വർഷത്തിൽ ഒരു തവണ ലഭിക്കുന്ന ഈ ഒരു അവസരമാണ് ഭഗവാന്റെ പുനഃപ്രതിഷ്ഠാ ദിനത്തിന് ഭഗവാൻ ഒരു കുടം എണ്ണ സമർപ്പണം. എല്ലാ ഭക്തജനങ്ങളെയും ഭഗവാന്റെ പുനഃപ്രതിഷ്ഠാ ദിനത്തിന് ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര സന്നിധിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇനി എത്താൻ സാധിക്കാത്തവർക്ക് അവരുടെ പേരിലും നാളിലും ഈ ഒരു വഴിപാട് ബുക്ക് ചെയ്താൽ അതിന്റെ പ്രസാദം നമ്മൾ അയച്ചു നൽകുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അവരുടെ പേരും നാളും നൽകിക്കഴിഞ്ഞാൽ ഈ പ്രതിഷ്ഠാ ദിനത്തിന് ഭഗവാന് എണ്ണ അഭിഷേകം ചെയ്തതിനു ശേഷം ആ പ്രസാദം അയച്ചു നൽകും. അപ്പോൾ എല്ലാവർക്കും ഇടവെട്ടി ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.